1 തിമോത്തി 2:1-6 വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനികർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യവുമൊക്കെ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന തുല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അതിന്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതിയുടെ പ്രബോധനമായും ഞാൻ നിയമിക്കപ്പെട്ടു. ഞാൻ വ്യാജമല്ല. 1 കൊരിന്ത്യർ 6:17 ദൈവമായിട്ട് വരുമ്പോൾ ഏകാത്മാവായി വരും. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥത വരുന്നത്. കൊളോസസ് 2:5 ആത്മാവിൽ, ശരീരം ഒന്നിനും ഉപകരിക്കില്ല, ആത്മാവിലാണ്. ദൈവമായിട്ട് ദൈവാത്മാവുമായി ഒന്നായി വരുമ്പോൾ ഒന്നായി. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തതിൽ വലുത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞോ? അത് നടക്കുമോ? കണ്ടോ? യോഹന്നാൻ 14:12-14 വചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് ഉൾക്കൊള്ളിൽ പകർത്തപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഏക മനസ്സോടെ വേണം ചോദിക്കാനായിട്ട്. അതാണ് കൂട്ടായ്മയിൽ നിന്നത്. യോഹന്നാൻ 9:31 പാവിയുള്ള പ്രാർത്ഥന കേൾക്കില്ല. കൂട്ടമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാലോ? പാർട്ടി ഓഫീസിൽ എല്ലാ DCC ഓഫീസിലൊക്കെ എല്ലാം കൂടി കയറിയിരുന്ന് പ്രാർത്ഥിച്ചാല് കേൾക്കുമോ? ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചാല് ആ വിളിച്ചപ്പ കേൾക്കും. മേശ 58:9 വ്യർത്ഥ ഭാഷണം കളഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചാല് ഉണ്ടോ? 58:9 വാക്യം എന്താണ്? ഇതാ ഞാനെന്ന് മറുപടി നൽകും. പിന്നെ ദൂരെ അകറ്റിയ മർദ്ദനം, കുറ്റാരോപണം, ദുർഭാഷണം, വ്യർത്ഥഭാഷണം ദൂരെ അകറ്റിയാൽ പ്രാർത്ഥന കേൾക്കും. അതാണ് ഇനി വൈകി സംഗീതം 107 നിലവിളിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ദൈവം വിളി കേൾക്കും. തീർച്ചയാണത്, യാതൊരു സംശയമില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് അപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. ഈ ബന്ധനങ്ങളാണ് പൊട്ടിച്ചെറിയണ ദൈവം. കണ്ടോ? തന്റെ വചനമായി കേൾക്കുമ്പോഴാണ് ബന്ധനം പൊട്ടുന്നത്. ഒരു ബന്ധനം മദ്യപാനം ഒരു ബന്ധനമായിരിക്കും. അത് പൊട്ടിപ്പോയില്ലെങ്കിൽ കണ്ടോ? ഈശോ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ പൗലോസിൽ കൂടി 1 കൊരിന്ത്യർ 6:9-11 വചനത്തിൽ അതിൽ മദ്യപാനം 9 പാപത്തിലൊരു പാപമാണ്. എല്ലാം മദ്യപാനം ഇങ്ങനെ ഇടയിൽ കൂടി ആകാമെന്നാണ്. കണ്ടോ? എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ കാര്യമാണ്. കണ്ടോ? ചിലയിടത്ത് നമ്മൾ വിളിക്കില്ല ഈ മദ്യപാനം തറപ്പിച്ച് പറയുമ്പോ. കണ്ടോ? എന്നാലും ഒരിടത്ത് പറഞ്ഞ് വേണ്ട, വരണ്ടെന്ന് പറഞ്ഞു. കണ്ടോ? പ്രൈസ് ലോർഡ്. കണ്ടോ? ഇതെല്ലാം ഉണ്ടാവും. നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ. അതുകൊണ്ടാണ് ശുദ്ധ മനസ്സാക്ഷി നമുക്കുണ്ടാകണം. കണ്ടോ? ഈ മഹാത്മാജി വെറുതെ വചനം കേട്ടതാണ്. റോമ 2 12-16 കേട്ടപ്പോ വന്നതാണ്. കണ്ടോ? ഇത് എന്തുമാത്രം കിട്ടണുണ്ട് ഭക്ഷണം. എന്നിട്ട് എവിടെ ഇരിക്കുന്നത്? വല്ലതും കാണുന്നുണ്ടോ? ചിലർ പറയും ഇത് തിന്നിട്ട് ഒന്നും കാണില്ലല്ലോ എന്നല്ലേ? അതുപോലെയാണ്. കണ്ടോ? ഇനി വൈരത് അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിനെ അവരുടെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ പൊട്ടിക്കുന്നു. സകലതിനെ ഒട്ടിക്കും ദൈവം. യെശയ്യാ പ്രവാചകൻ 41:15-16 നമ്മളെയാണ് ദൈവം എന്താക്കുന്നത്? ഞാൻ നിന്നെ പുതിയതും
പുതിയതും മൂർച്ചയേറിയതും പാലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയൊക്കെ ആരെയാണ് ആക്കണത്? മല്ലരാണോ? പിന്നെ ആരാ? നമ്മളാ. മനസ്സിലാകുന്നുണ്ടോ? വചനം വന്നാല്, വചനം പാലിച്ചാല് പിന്നെ മലകളെ മെതിച്ച് പൊടിയാക്കും, എല്ലാ കുന്നുകളെ പതിര് പോലെ ആക്കും. ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ 4 കൊല്ലം ഈ വചനത്തിൽ നിന്നാല്, നിലനിന്നാല് പിന്നെ പോകയില്ല, കൃപയുടെ കീഴിലായി. ആ സമയത്താണ് നിങ്ങൾക്ക് ആത്മീയ ഗുരു വേണ്ടത്, പറഞ്ഞു തരാൻ. പോകല്ലേ മക്കളെ, ചാടല്ലേ എന്ന് പറഞ്ഞ കേട്ടോ, ഒന്ന് താഴ്ത്ത് വീണാ മതി എന്നാണ്. ഇന്നലെ ഒരുത്തം വന്ന് അവൻ കൈവെക്കണ എല്ലാം താഴ്ത്ത് വീണു കേട്ടോ, അലഞ്ചരച്ച്. അപ്പോഴെന്ത് വരും? സാത്താനാണോ എന്ന് ഇവനെ പ്രവർത്തിക്കുന്ന. അവിടെ പറഞ്ഞ് മകനെ, അവനെ ഉടനെ കേട്ടു, നീ ഒരിക്കലും ചെയ്യില്ല കണ്ടോ, 4 വർഷം വരെ ഞാൻ കർത്താവിന്റെ കൃപയിലും വനത്തിലിരിക്കുമെന്ന്. അപ്പൊ അവൻ രക്ഷപ്രാപിച്ചു. ഉപദേശം കൊടുക്കാനില്ലെങ്കില വേഗം പിശാച് പറയും, അവൻ അത്ഭുതം പ്രവർത്തിക്കും നമ്മിൽ കൂടി. ഇതാണ് അവന്റെ തന്ത്രം. അവന് അനേക തന്ത്രങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മനുഷ്യനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വന്നപ്പോ എല്ലാ പാസ്ബുക്കും കൂടി ഭാര്യയെ ശേഖരിച്ചു വെച്ച്, ഒരു 10-30 പാസ്ബുക്ക്. ആരോ ഒരുത്തിന് ഒരു ശത്രു കൊണ്ടിട്ട് കംപ്ലൈന്റ് കൊടുത്തു വിജിലൻസിൽ. അവര് പെട്ടെന്ന് വന്ന് റെയ്ഡ് നടത്തിയപ്പോ കിട്ടിയത് 40 പാസ്ബുക്ക്. ഉടനെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നിങ്ങനെ 40 ബാങ്കിൽ അക്കൗണ്ടുള്ള വലിയൊരാളെ പിടിച്ചു. വാടക കൂടി കൊടുക്കാൻ നിവൃത്തിയില്ല. എവിടെ പോണെന്ന് നോക്ക്. സാധാരണ തന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് വെളിപാട് 2:24 അവന് അനേക രഹസ്യങ്ങളുണ്ട്, പ്രബോധനമുണ്ട്. സാത്താന് ഏറ്റവും വലിയ പ്രബോധനം അവൻ ഇല്ലെന്ന് ലോകത്തിനോട് പറയുക. ഇവിടെയുമുണ്ട് സാത്താന്റെ പ്രബോധനം. ഇതൊന്നും സ്വീകരിക്കാത്തവരെ എല്ലാം തന്നെ 99%. കാര്യം ലോകം മുഴുവൻ അവന്റെ പിടിയിലാണ്. 1 യോഹന്നാൻ 5:19. അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞ ഇല്ല ഇല്ല, കൃപ കിട്ടുന്നവന് മാത്രമേ ദൈവം അറിയുള്ളൂ. മാലാഖമാരില്ലെന്ന് പറയുന്ന ആരാണ്? കൃപയുണ്ടെങ്കിൽ മാത്രമേ മാലാഖയുള്ളൂ, കൃപയുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധരുള്ളൂ. ഉണ്ടോ? അല്ലെങ്കിൽ പത്രോസിനെയും പൗലോസിനെയൊക്കെ എങ്ങനെ കാണുക? താടിക്കാരൻ അല്ലേ? ഈശ്വരനെ കാണുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 4:9 യഹൂദൻ. കണ്ടോ? ഈ അവസ്ഥയിലോട്ട് പോകും. കൃപ ലഭിച്ചാലോ? ഉണ്ടോ? ഈ കൃപയും പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. റോമ 11 6-10 മനത്തില് ഒന്ന് വായിച്ച്. അവ കൃപയിൽ വന്നാൽ നിങ്ങൾ പാപം ചെയ്യില്ല. നമ്മള് കണ്ടോ? മറ്റേ പ്രവൃത്തിയിലാണെങ്കിൽ നല്ല പാവം ഒരു മറയാണ്. ശരിക്ക് ദാനം എടുത്തു കളയില്ല ദൈവം. കണ്ടോ? റോമ 11:29. ദൈവത്തിന്റെ ദാനങ്ങളും ഇടിഞ്ഞും പിൻവലിക്കപ്പെടാവുന്നതല്ല. അത് ഉദാഹരണം നമുക്ക് പറയാം. ലൂസിഫർ ഏറ്റവും വലിയ മലാഖയായിരുന്നു, ദൈവത്തിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. കണ്ടോ? അവൻ എന്താ ഉദ്ദേശിച്ചത്? ഇത് ആത്മീയ രഹസ്യമാണതെല്ലാം. ആത്മാവുണ്ടെങ്കിൽ ഇതെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിന്റെ ശക്തിയിലാണ്. അത് കട്ടിയുള്ള ഭക്ഷണം വേണം, ലഘുഭക്ഷണം കഴിക്കണം, പാല് കുടിക്കണം. എബ്രായർ 5:14 കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തി തരണത്. കണ്ടോ? ഇതിൽ തന്നെ നമ്മളിപ്പോ വചനം കേൾക്കാൻ ആദ്യമായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു പിടുത്തവും കേൾക്കുകയില്ല, ഒരു പിടുത്തവും. അതേസമയത്ത് തന്നെ ആത്മാവിന് വലുതായിട്ടുള്ളവർക്ക് ഹരമായിരിക്കും ഇല്ലേ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇനി ലൂസിഫറിന്റെ കാര്യം പറ. ലൂസിഫർ ദൈവത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ലൂസിഫർ അഹങ്കാരം വന്നു. കണ്ടോ? ആത്മാവിൽ ദൈവത്തെ കിടക്കാൻ. ഇതുകൊണ്ടാണ് ആത്മാവിൽ നമ്മൾ വരുമ്പോ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ് അറിയാമോ? ആരാണ്? പ്രാർത്ഥനക്കാര്. ലവിനാരൻ. കണ്ടോ? ഈ വചന പ്രഘോഷകരും. കണ്ടോ? മനസ്സിലായില്ലേ? അവർക്കാണ് ഇത് മുഴുവൻ, മറ്റവർക്ക് ആർക്കും ഇല്ല. അവരെല്ലാം നിങ്ങളെ ബഹുമാനിക്കും. ആക്ട് 5 12-16 വനം വായിച്ച്. അതാണ് ആത്മീയ അസൂത. അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾക്ക്
മത്തായി 20:15-16 നിങ്ങൾക്ക് എന്ത് കാര്യം മറ്റുള്ളവരോട്, എനിക്കിഷ്ടമുള്ളവർ ഞാൻ ചെയ്യുമെന്ന് ദൈവം പറയും. ആ കൃഷിക്കാരന് കർത്താവ് പറയണത് തന്നെ. എന്റെ വസ്തുക്കൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനാ അസൂയപ്പെടുന്നു? കണ്ടോ, എന്തിനു അസൂയപ്പെടുന്നു? ഇപ്രകാരം പിതാക്കന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിതാക്കന്മാരും. അത് കർത്താവിന്റെ പ്രവർത്തനമാണ്. പിമ്പന്മാരും പുമ്പന്മാരും. ഇപ്പൊ ഇതിലിരിക്കുന്ന ഏറ്റവും വലിയ പാപിയായിരിക്കും ഒരു കാലത്ത് വരാൻ പോണത്. കണ്ടോ, ആ ദൈവത്തിന്റെ പ്രവർത്തനമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും ദൈവം. അതാണ് ദൈവത്തിന്റെ ദയാണ് പരമപ്രധാനം. റോമ 9:14-16 ദൈവത്തിന്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ? ഒരിക്കലും അല്ല. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുത്തെ മോശയോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ടാണ് കൂടുതൽ പാപം ചെയ്തു നടക്കുന്നവര് ചെയ്തു നടക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. റോമ 11:30-32 വായിക്കും. അപ്പൊ സങ്കടപ്പെടാനില്ല. ഇപ്പൊ പാവമൊക്കെ ചെയ്തു നടക്കുന്നവര്. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. നിങ്ങള് കൃപ വന്ന കാര്യം എന്തുകൊണ്ടാണ്? കർത്താവിനെ അനുസരിക്കാതെ വളരെ കൊല്ലങ്ങൾ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇല്ലെന്ന് പറയുന്നവര് കപടന്മാരായിട്ടിരിക്കുകയാണ് കേട്ടോ. തിത്തോസ് 3:3 കണ്ടോ, വളരെ കൊല്ലം ഈശോനെ വിട്ടിട്ടുള്ള ജീവിതമായിരുന്നു. അത് ചെയ്തുകൊണ്ടാണ്. ദൈവത്തിന്റെ പദ്ധതി വേറെയാണ്, നമ്മുടെ ചിന്ത പോലെയല്ല. യെശയ്യാ 55:8-9 കണ്ടോ, ദൈവത്തിന് 1000 വർഷം ഒരു ദിവസം പോലെയാണ്. 2 പത്രോസ് 3:8-9 ദീർഘക്ഷമ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളോട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യത്തിൽ വിസ്തരിക്കരുത്. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുസരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നത്. കണ്ടോ, ദീർഘക്ഷമ. അപ്പോസ്തലപ്രവൃത്തി 17:29-30 അജ്ഞതയുടെ കാലഘട്ടം ദൈവം കണക്കിലെടുക്കില്ല. കണ്ടോ, അറിയാൻ പാടില്ലാത്ത അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപം എന്ന് പറഞ്ഞ് അറിഞ്ഞുകൂടാ. കണ്ടോ, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവർ ആജ്ഞാപിക്കുന്നു. എല്ലാവരും പശ്ചാത്തപിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ആക്ട് 2 ആ 37-40 യഹൂദർ ഓടിച്ചെന്നും ഹൃദയം നുറങ്ങിയ യഹൂദര് ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നിറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഈശോ വന്ന ഉടനെ പറഞ്ഞ എന്താണ് തുടങ്ങിയത് തന്നെ. മാർക്കോസ് 1:15 എന്താണ്? അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് എന്തുകൊണ്ടാണ്? അനുതപിച്ചാൽ മാത്രമേ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറുതെ വായിച്ചു പോകാൻ, കഥ വായിച്ചു പോകണമല്ല. കണ്ടോ, അതുകൊണ്ടാണ് പലരും കമ്പാരറ്റീവ് സ്റ്റഡിക്ക് പോകണത്. മനസ്സിലായ? അതും ഇതുമായിട്ട് ഏതാണ് നല്ലതെന്ന്.